സ്മൂത്തനിങ്, ബോട്ടക്സ്, കെരാറ്റിൻ എന്നിവ ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ ആഫ്റ്റർ കെയറിനെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ടിപ്സിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ഷീജ ഹെയർ ആൻഡ് സ്കിൻ മേക്കപ്പ് സ്റ്റുഡിയോ. ബേസിക്കലി പലതരത്തിലുള്ള സിന്തറ്റിക് കമ്പോണൻറ്റ് കൊണ്ടിട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് സലൂണുകൾ ചെയ്യുന്നത്. ഇത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുടിയുടെ ടെക്സ്ചർ തന്നെ മാറുന്നതാണ്. ഹെയർ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സ്റ്റൈലിസ്റ്റിനെ കൊണ്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ്പീരിയൻസ് കുറവുള്ളവരാണെങ്കിൽ അവർക്ക് തിയറിറ്റിക്കൽ നോളജ് ഉണ്ടാവും, പക്ഷേ പ്രാക്ടിക്കൽ നോളജ് കുറവായിരിക്കും. എക്സ്പീരിയൻസ് കുറഞ്ഞവരെടുത്ത് ചെയ്യുമ്പോൾ ഹെയർ ഫോൾ ഉണ്ടാവാനും ഹെയർ പൊട്ടിപ്പോവാനും സാധ്യത കൂടുതലായിരിക്കും. റൂട്ട് ടച്ചപ്പ് ചെയ്യുന്നത് നമ്മൾ ഒരു 7 മന്ത് 8 മന്ത് ആ ഒരു ടൈം പീരീഡിൽ മാത്രം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ക്രീം അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് റൂട്ടിൽ മാത്രം ക്രീം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഹെയർ ഫാൾ ഉണ്ടെങ്കിൽ ഹെയർ ഫോൾ ട്രീറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആഫ്റ്റർ കെയർ ആയിട്ടുള്ള റിപ്പയറിങ്ങിൻ്റെ ഷാമ്പൂ, കണ്ടീഷണർ ഇവ യൂസ് ചെയ്യാൻ, സിറം എന്നിവ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ, കണ്ടീഷണർ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് ഓയിൽ ചെയ്യുകയാണെങ്കിൽ 1 മന്തിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒരു 20 മിനിറ്റ് ഹെയറിലിട്ട് മസാജ് കൊടുത്തതിന് ശേഷം ഷാമ്പൂ, കണ്ടീഷണർ ഉപയോഗിച്ച് വാഷ് ചെയ്ത് മാറ്റണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക.